അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹൃദ്യവും മനോഹരവുമായ കാപ്പാട് കപ്പലിറങ്ങിയത് കൊല്ലത്താണെങ്കിലും കൊല്ലം എന്ന് പറയുന്നത് കൊയിലാണ്ടിക്കപ്പുറത്തേക്ക് നമ്മൾ വടകര തലശ്ശേരിയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഒരു കടപ്പുറത്ത് കപ്പലിറങ്ങി കാപ്പാട്ടേക്ക് വന്ന് കാപ്പാട് വെച്ച് 1498 വാസ്കോഡഗാമ കപ്പലിറങ്ങിയിട്ട് അവിടെ വെച്ചാണ് കാപ്പാട് വെച്ചാണ് സ്വീകരണം കൊടുത്തത് എന്നാണ് പറയുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് പ്രയാണം ആരംഭിച്ച് ആ പ്രയാണത്തിൽ നമ്മളുടെ നാട്ടിലെ കച്ചവട സാധനങ്ങൾ അതല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ ബിസിനസ് നടത്തുന്നതിന് വേണ്ടി കച്ചവടം നടത്തുന്നതിന് വേണ്ടി കയറി വന്നു. ആ കല്ലുവെട്ടിക്കുഴിയിലേക്ക് 10-20 മയ്യത്തുകൾ ഒന്നിച്ചു കൊണ്ടുപോയി വെച്ച് ആ 20 മയ്യത്തുകൾ നിരത്തി വെച്ച് അതിന്റെ മുകളിലേക്ക് മണ്ണിട്ട് വീണ്ടും 10-20 മയ്യത്തുകൾ കൊണ്ടുപോയി വെച്ച് അതിന്റെ മുകളിലേക്ക് മണ്ണിട്ട് അങ്ങനെ 400ഓളം ആളുകളെ മയ്യത്ത് മറവ് ചെയ്ത കല്ലുവെട്ടിക്കുഴി തൊട്ടടുത്ത പൂക്കോട്ടൂരിൽ പോയി നോക്കിയാൽ കാണാൻ കഴിയും. ഓരോ വീട്ടിന്റെ മുറ്റത്തും അവർ കവറുകൾ വെച്ചിട്ട് അവരുടെ ആളുകളെ കൊണ്ടുപോയി മറവ് ചെയ്തത് നമ്മൾക്ക് കാണാൻ കഴിയും. അത്രമാത്രം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭ്യമായപ്പോൾ നമ്മൾ അനുഭവിച്ച അത്ര, നമ്മളുടെ സഹോദരിമാർ അനുഭവിച്ച അത്ര, വീട്ടിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റാതായിട്ട് ആണുങ്ങളില്ലാത്തതിന്റെ പേരിൽ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പട്ടാളക്കാർ വീട്ടിലേക്ക് വന്നിട്ട് നമ്മളെ ദേഹോപദ്രവം നടത്തുമെന്നുള്ള, നമ്മളെ പീഡിപ്പിക്കുമെന്നുള്ള പേടി കൊണ്ട് തൊട്ടടുത്ത വായക്കൂട്ടത്തിന്റെ ഇടയിലും തെങ്ങിൻ കുഴിയിലും ഒളിച്ചിരുന്ന് നേരം പുലരുവോളം മക്കൾ ശ്വാസം പോലും വിടാൻ സമ്മതിക്കാതെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടിയ ഉമ്മമാരുണ്ടായി. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമായപ്പോൾ നമ്മൾ എത്രമാത്രം സന്തോഷിക്കണം ആ സ്വാതന്ത്ര്യത്തിൽ. അപ്പോഴും നമ്മൾക്ക് സന്തോഷമുണ്ടായില്ല. കാരണം എന്താ? ഇന്ത്യ രണ്ടായി വിഭജിച്ചുകൊണ്ട് വിഭജനത്തിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഇന്ത്യ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് സ്വാതന്ത്ര്യം ലഭ്യമാവുകയാണ്. ഒരേ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നത് രണ്ടായി വിഭജിച്ചു. ഇന്ത്യ ഒന്നും പാകിസ്ഥാൻ ഒന്നും രണ്ടായി വിഭജിച്ച് 2 രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവിടെയും വർഗീയ ലഹളയായി. പേപ്പട്ടികളെ തല്ലിയോടിക്കുന്നത് പോലെ അതിർത്തി പ്രദേശങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടമോടുക. പാകിസ്ഥാനിലേക്ക് പോകണോ ഇന്ത്യയിൽ ജീവിക്കണോ എന്നാലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയോടിക്കുക. നമ്മളെ ഒരുപാട് ആളുകൾ നാടുകടത്തപ്പെട്ടു. ഒരുപാട് ആളുകൾ പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒട്ടനവധി ആളുകൾ അന്ന് നമ്മൾക്ക് ഇപ്പം ഈ നിലനിൽക്കുന്ന മുസ്ലിം ലീഗിന് അപ്പുറത്തേക്ക് 1906 കാലഘട്ടത്തിൽ തുടങ്ങിയ സർവേന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം 1906 കാലഘട്ടത്തിൽ വ്യവസ്ഥാപിതമായ ഒരു രൂപത്തിലേക്ക് എത്തി. അന്നതിന് സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന് പേരിട്ടു. സർവേന്ത്യ മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്ന ഒട്ടനവധി നേതാക്കൾ, മുസ്ലിം പണ്ഡിതന്മാർ എല്ലാവരും പാകിസ്ഥാനിന്റെ ഭാഗമായി പോയി. ഭൂരിപക്ഷം വരുന്ന മുസ്ലിം പ്രദേശങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി. നവാബ് സാദാത്ത് ലിയാഖത്ത് അലി ഖാൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ അനിഷേധ്യനായ നേതാവ്, അദ്ദേഹം പാകിസ്ഥാനിന്റെ 1ാമത്തെ പ്രധാനമന്ത്രിയായി. അതുപോലെ തന്നെ നമ്മളൊക്കെ അറിയപ്പെടുന്ന മുഹമ്മദ് അലി ജിന്ന സാഹിബ് പാകിസ്ഥാനിലെ ആദ്യത്തെ രാഷ്ട്രപിതാവായി. പാകിസ്ഥാനിന്റെ രാഷ്ട്രപിതാവായിട്ട് ലിയാഖത്ത് അലി ജിന്ന സാഹിബിനെ നിയമിച്ചു. നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന മലബാർ പ്രദേശങ്ങളിൽ, നമ്മളുടെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗിന്റെ സന്ദേശം എത്തിച്ചിരുന്ന ഹാജി മുഹമ്മദ് സത്താർ സേട്ടു സാഹിബ് എന്ന് പറയുന്ന അദ്ദേഹം 1937 കാലഘട്ടത്തിൽ നമ്മുടെ മലബാറിൽ മുസ്ലിം ലീഗിന്റെ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ സന്ദേശം എത്തിച്ച ആളായിരുന്നു. അദ്ദേഹവും പാകിസ്ഥാനിലേക്ക് പോയി. അങ്ങനെ എല്ലാ ആളുകളും പ്രധാനപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ശേഷിച്ച മുസ്ലിങ്ങളെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മളുടെ മുമ്പിലുള്ള വലിയ പ്രശ്നം. ഈ മുസ്ലിം ലീഗ് വേണോ വേണ്ടേ എന്നുള്ള ചർച്ചയായി. ആരിതിനെ കൊണ്ടു നടക്കും എന്നുള്ളതായി. അങ്ങനെ കൽക്കത്തയിൽ വെച്ച് വിളിച്ചു ചേർത്ത മീറ്റിംഗിലേക്ക് പോവുകയാണ് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും സീതി സാഹിബും. നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒട്ടനവധി കുട്ടികൾ ഇവിടെയുണ്ട്. മുന്നിലും ബാക്കിലും ഒക്കെ ആയിട്ട് നമ്മൾക്ക് ഇതിന് സൗകര്യം ചെയ്തു തന്ന, നമ്മളോടൊപ്പം നിന്ന് നമുക്ക് സഹായം ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ രാത്രി സമയത്ത് വീട്ടിലേക്ക് ഇതിന്റെ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ മാസങ്ങളായി അവരിതിനൊരുങ്ങാൻ തുടങ്ങിയിട്ട് ഇതിന്റെ പൂർത്തീകരണത്തിന്റെ സമയത്ത് ഇതിന്റെ പെയിന്റ് ഇടലും ഇതിന്റെ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ അന്ന് മുതൽ ഇപ്പം ഇന്നലെ ഇതിന്റെ ഉദ്ഘാടന വേളയിൽ ഇന്ന് നമ്മൾക്ക് ഇതൊരുക്കി തരാൻ, ഇനി നാളെയും മറ്റന്നാളുമായി നടക്കുന്ന മീറ്റിംഗ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവര് രാവും പകലുമില്ലാതെ പണിയെടുത്ത് വീട്ടിലേക്ക് മടങ്ങി വന്ന് വീട്ടിന്റെ വാതിലിൽ
വന്ന് മുട്ടുമ്പോൾ ഭാര്യമാരായ ഉമ്മമാരായ സഹോദരിമാര് നമ്മൾ വാതിലിൽ വന്ന് മുട്ടുമ്പോൾ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ നമ്മൾക്ക് കഴിയും, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല. നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ പണിയെടുത്ത് രാത്രി വരെ പണിയെടുത്ത് എല്ലാം കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ അതുവരെ എവിടെയെങ്കിലും പോയിരിക്കുന്നുണ്ട്, നട്ടപ്പാതിരാക്ക് കയറി വരും, മറ്റവർക്ക് നേരം വെളുത്താൽ വേറെ പണിയുണ്ട്. ഇതാ നമ്മൾ പറയാറുള്ളത്. വാതിൽ തുറന്നു കൊടുക്കാൻ നമ്മൾക്ക് മടിയാണ്. അവരെന്തിനു വേണ്ടിയാണ് അവർ പോയത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചില്ല. അങ്ങനെ നമ്മൾ പിറുപിറുത്ത് വാതിൽ തുറന്നു കൊടുത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, വേണമെങ്കിൽ കഴിച്ചോ, അത് മേശപ്പുറത്ത് ഇരത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ദേഷ്യം പിടിച്ച് നമ്മൾ പോയിട്ട് ഒരു കിടത്ത. എന്തിനു വേണ്ടിയാണ് അവർ ഒരുങ്ങുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല. അവർ ഇതിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് അറിയുന്നില്ല. കൈതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് നമ്മൾക്ക് ഈ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായി 1906 ഉണ്ടാക്കിയ സർവേന്ത്യ മുസ്ലിം ലീഗുമായിട്ട് അവര് പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ശേഷിച്ച ന്യൂനപക്ഷം വരുന്ന ഈ കുറച്ച് മുസ്ലിങ്ങൾ മാത്രം തിങ്ങി താമസിക്കുന്നിടത്ത്, കുറച്ച് മുസ്ലിങ്ങൾ മാത്രമുള്ള സ്ഥലത്ത്, ഈ പ്രദേശത്ത് ന്യൂനപക്ഷങ്ങളായ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇവരെ നമ്മൾ ഒന്നിച്ചു ചേർത്ത് കൊണ്ടുപോകണം. അങ്ങനെ സീതി സാഹിബും അതിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാം. സീതി സാഹിബ് നേരത്തെ മദ്രാസിലെത്തി. ആ മദ്രാസിൽ വെച്ച് ട്രെയിനിൽ കയറി ഇരുന്നിട്ടും പിന്നെ കായിദമില്ലത്ത് വരുന്നത് കാണുന്നില്ല. കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കാണുന്നില്ല. എന്താണ് വരാത്തത് എന്ന് വിചാരിച്ച് അക്ഷമനായി ഇങ്ങനെ കാത്തു നിൽക്കാം. അവസാനം വണ്ടി ഇറങ്ങാറായി, ചൂളംവിളി തുടങ്ങി, വണ്ടി നീങ്ങാൻ തുടങ്ങിയപ്പോൾ സീതി സാഹിബിന്റെ മനസ്സിൽ ബേജാറായി. അദ്ദേഹം തീവണ്ടിയുടെ വാതിലിൽ വന്ന് നിന്ന് ആ കമ്പി പിടിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. അപ്പോഴും വരുന്നില്ല. വണ്ടി ഇപ്പം നീങ്ങും, എന്ത് ചെയ്യും? അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു സഞ്ചിയിൽ തൂക്കി പിടിച്ച് നീളൻ കുപ്പായമിട്ട താടിയുള്ള തലപ്പാവ് വെച്ച ഒരാളിങ്ങനെ കടന്നു വരികയാണ്. സീതി സാഹിബിന് മനസ്സിലായി വരുന്നത് കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് എന്ന്. നീങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലേക്ക് കൈ കൊടുത്ത് അതിലേക്ക് പിടിച്ചു കയറ്റിയിട്ട് നിങ്ങൾ എവിടെയായിരുന്നു, വണ്ടി പോയാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ സീതി സാഹിബിനോട് പറഞ്ഞത് എന്റെ കിതപ്പൊന്ന് മാറട്ടെ എന്നുള്ളതാണ്. എന്റെ കിതപ്പൊന്ന് മാറട്ടെ, ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സീറ്റിലിരുന്നു. ഒരല്പം കഴിഞ്ഞപ്പോൾ സീതി സാഹിബിനോട് പറയാം, ഞാൻ നേരത്തെ പോരാൻ ഒരുങ്ങിയതാണ്. ഞാൻ പോരാൻ നേരത്ത് ഭാര്യ ബാത്റൂമിലൊന്ന് കാല് വഴുതി വീണു. ആ കാല് വഴുതി വീണ സമയത്ത് കാലിന്റെ മുട്ട് പൊട്ടി. അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് നേരമില്ല. എന്റെ മകനെ കൂട്ടിയിട്ട് അടുത്ത വീട്ടിൽ നിന്നൊരാളെ വിളിച്ച് അവരെയും കൂട്ടി ഒന്ന് ആശുപത്രിയിലെ പറഞ്ഞയക്കാൻ നിന്നപ്പോഴേക്ക് നേരം വൈകിയതാണ് എന്ന് പറഞ്ഞ് രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. അത് തുടക്കുക. നമ്മൾ ആലോചിച്ച് നോക്കിയ നമ്മൾക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെ കുറിച്ചും വേദനകളെ കുറിച്ചും ഒന്നും സംസാരിക്കുന്നില്ല. ഒരേ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെച്ചത്, സ്വന്തം ഭാര്യ വഴുതി വീണ് കാല് മുറിഞ്ഞ സമയത്തും നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇവിടെ നമ്മൾക്കൊരു അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി, നമ്മൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി, ഈ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി, ഇത് വേണ്ട എന്ന് വെക്കാൻ വിളിച്ച യോഗത്തിലേക്ക് ഇവിടെ ഞങ്ങൾ ഇത് നോക്കുമെന്ന് പറയാൻ വേണ്ടി കടന്നു ചെന്ന രണ്ട് മഹാവ്യക്തിത്വങ്ങൾ. അവരെ പോലെ തന്നെ ഇത് നമ്മൾക്ക് ഇവിടെ ഉണ്ടാക്കി തരാം. ഇന്ന് ലീഗില്ലെങ്കിൽ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അത് മുന്നിൽ കണ്ടിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, നമ്മളുടെ പ്രിയപ്പെട്ട ഉപ്പമാർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അവർ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളുടെ മുറുമുറുപ്പ് കാണുമ്പോൾ അവരുടെ സങ്കടം ആരോട് പറയും, അവരുടെ പ്രയാസം ആരോട് പറയും? അങ്ങനെ കായിദമില്ലത്ത് ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരും എതിർത്തു. എന്തിനായി ഇങ്ങനെ ഒരു പ്രസ്ഥാനം? എന്തിനായി ഇങ്ങനെ ഒരു പ്രസ്ഥാനം? ഭൂരിപക്ഷത്തിന്റെ കൂടെ നിന്നുകൊണ്ട്, ന്യൂനപക്ഷങ്ങളായ നമ്മൾ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് ആ ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കാം. ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളായ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് നമ്മൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾക്ക് പ്രവർത്തിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഒപ്പം ചേരാം. നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രസ്ഥാനം വേണ്ട എന്ന് പറയുകയാണ്. കായിദമില്ലത്ത് പറഞ്ഞു പറ്റില്ല എന്ന്. ഞങ്ങൾ നോക്കും, ഞാൻ ചെരുപ്പ് ധരിക്കാനില്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കണമെന്ന് എഴുതി വെച്ച് മരണത്തോട് മല്ലടിച്ച യഹ്യ എന്ന് പറയുന്ന പെൺകുട്ടി. ഇതാ നമ്മളുടെ നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ നാട്ടിലും വ്യത്യസ്തമല്ല. സാഹിബ് എന്ന് പറയുന്ന വടേക്കണ്ടി പോക്കർ സാഹിബ് എന്ന് പറയുന്ന ബി പോക്കർ സാഹിബ് മാത്രം നമ്മളുടെ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു MP ഉണ്ടായിരുന്ന സമയത്തും നമ്മൾ അതിനു വേണ്ടി പോരാടിയിരുന്നു. സ്പെഷ്യൽ മാരേജ് ആക്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി, നമ്മളുടെ നാട്ടിൽ ഒരു പ്രത്യേക വിവാഹ നിയമം കൊണ്ടുവരണം എന്നുള്ളതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുക. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകാൻ നമുക്ക് മുസ്ലിം ലീഗിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അതിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒന്നാമത്തെ പ്രധാനമന്ത്രി
ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണ സമയത്ത് അവിടെ വെച്ച് ഒരു തീരുമാനമെടുക്കുക, ഒരു പ്രത്യേക മാരേജ് ആക്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ MP-മാർക്ക് എല്ലാവർക്കും അവർ വിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ കത്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മളുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, എടരിക്കോട് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആബിദ തൈക്കാടിനെ നമ്മൾ പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ചാൽ ഒപ്പമുള്ള മറ്റുള്ള മെമ്പർമാർക്കൊക്കെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതി ഒപ്പിട്ട ഒരു കത്ത് കൊടുത്തയക്കും, നമ്മൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യേണ്ടത് ആബിദ തൈക്കാടനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് വിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ എല്ലാ MP-മാർക്കും വിപ്പ് കൊടുത്തു. അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി. എന്നിട്ട് ഈ മുസ്ലിം വ്യക്തി എന്താണ് മുസ്ലിം അല്ല, ഇവിടെ നമ്മളുടെ ഒരു പ്രത്യേക മാരേജ് ആക്ട്, സ്പെഷ്യൽ മാരേജ് ആക്ടിന് രൂപം കൊടുക്കാൻ വേണ്ടി ഒരുക്കി അവർ ആ ബില്ല് അവതരിപ്പിച്ചു. ബില്ലിന്മേൽ ചർച്ച നടന്നു, ഓരോരുത്തരും പ്രസംഗിച്ചു. അവസാനം നമ്മൾക്കാകെ ഒരു MP ആണുള്ളത്, നമ്മൾക്കാകെ 3 മിനിറ്റ് സമയമാണ് പ്രസംഗിക്കാൻ കിട്ടുക. ആ 3 മിനിറ്റ് സമയത്തിൽ ഈ പോക്കർ സാഹിബ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പ്രത്യേക ബില്ല് വന്നാൽ മുസ്ലിങ്ങൾക്ക്